എല്ലാവർക്കും നമസ്കാരം. വാമനാവതാരത്തിൻ്റെ തുടർച്ചയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിഥിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാനോട് അതിഥി അപേക്ഷിച്ചു. എന്ന് വെച്ചാൽ, സ്വർഗലോകത്തെ എൻ്റെ പുത്രനായ ദേവേന്ദ്രനെ കീഴടക്കി, സ്വർഗലോകം കീഴടക്കി അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഒരു അസുര രാജാവ്, മഹാബലി എന്ന അസുര രാജാവ് രാജ്യം ഭരിക്കുന്നു. എൻ്റെ പുത്രനെ അവിടെ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി എൻ്റെ പുത്രന് നഷ്ടപ്പെട്ട ആ സ്ഥാനം തിരിച്ചു നൽകണം എന്ന് അതിഥി മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, പ്രിയേ, നിന്റെ ഭക്തിയിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ നീ പറഞ്ഞത് അസത്യമാണ്. സത്യമാണ്, അസത്യമല്ല, സത്യമാണ്. പക്ഷേ അനീതിയാണ്. എന്തത്? സത്യമാണ്, അനീതിയാണ്. പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് വെച്ചാൽ, അവിടെ മഹാബലി ഭരിക്കുന്നുണ്ട്, ഇദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി, അതൊക്കെ പറഞ്ഞതൊക്കെ സത്യമാണ്. പിന്നെ എന്താണ് അനീതി? അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ദേവേന്ദ്രനെ അവിടെ ഇരുത്തുക എന്ന് പറയുന്നത് അനീതി. എന്തുകൊണ്ടെന്നാൽ മഹാബലി ഒരു സാധാരണ ചക്രവർത്തി അല്ല, ഒരു സാധാരണ അസുര ചക്രവർത്തി അല്ല. അദ്ദേഹം വളരെ വലിയ പുണ്യകാര്യങ്ങൾ ചെയ്ത് ധർമ്മജ്ഞനാണ്, എല്ലാവരാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജാവാണ്. 1000 അശ്വമേധയാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, ദിഗ്വിജയങ്ങൾ ചെയ്തിട്ടുണ്ട്. വിശ്വജിത്ത് എന്ന യാഗം ചെയ്ത് എല്ലാ ലോകത്തിലുള്ളവരെയും പ്രീതി സമ്പാദിച്ച ഒരു മഹാനാണ്. അധർമ്മം അദ്ദേഹം ഒരിക്കലും എവിടെയും ചെയ്തിട്ടില്ല, സത്യസന്ധത മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഭക്തനായ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ്, പൗത്രനാണ്, സംസ്കൃതത്തിൽ പറഞ്ഞ പൗത്രനാണ്. അങ്ങനെയുള്ള ഒരാളെ ഒന്നും ചെയ്യാതെ സ്ഥാനഭ്രഷ്ടനാക്കുക എന്ന് പറയുമ്പോൾ അധർമ്മമാണത്, അത് ചെയ്യരുത്, അത് തെറ്റാണ് എന്ന് മഹാവിഷ്ണു അതിഥിയോട് പറഞ്ഞപ്പോൾ അതിഥി പറഞ്ഞ വാക്കെന്താ അറിയോ? തിരിച്ചവരൊരു ചോദ്യം ചോദിച്ചു. പ്രഭോ, താങ്കളെല്ലാം അറിയുന്ന ആൾക്കാരാണ്, ധർമ്മം അധർമ്മം ഇതെല്ലാം തിരിച്ചറിഞ്ഞ ആളാണ്. എന്നാൽ ഈ സ്വർഗലോകം ദേവന്മാർക്കും ഭൂമി മനുഷ്യർക്കും പാതാളം അസുരന്മാർക്കും എന്ന് നിശ്ചയിച്ചത് താങ്കൾ തന്നെയാണ്, ത്രിമൂർത്തികളാൽ നിശ്ചയിക്കപ്പെട്ടാണ്. അങ്ങനെയുള്ള ദേവലോകത്തെ അർഹപ്പെടാത്ത ഒരു സ്ഥാനത്ത് ഒരു അസുര രാജാവ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അധർമ്മമല്ലേ? അദ്ദേഹത്തിൻ്റെ സ്ഥാനം പാതാളമല്ലേ? ഇത് അധർമ്മമല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഒരു കണക്കിൽ ശരിയാണ്. പക്ഷേ അമ്മയുടെ പുത്രൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് അവിടെ അദ്ദേഹം വന്നത്. അല്ല, അദ്ദേഹമായിട്ട് അവിടെ വന്നതല്ല, മഹാബലിയായിട്ട് സ്വർഗത്തെ ആക്രമിച്ചതല്ല. നിങ്ങളുടെ പുത്രൻ അദ്ദേഹത്തെ ആക്രമിച്ചതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു. മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം അവിടെ കാഴ്ചവെച്ച് കൊണ്ടിരിക്കുന്ന ഭരണം വളരെ വളരെ ഉത്തമമാണ്. അവിടെ ആർക്കും ഒരു പരാതിയില്ല, ദേവന്മാർക്ക് യാതൊരു പരാതിയില്ല. സ്വർഗത്തെ സ്വർഗമാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളെ സ്ഥാനഭ്രഷ്ടനാക്കുക ശരിയല്ല. ഏതായാലും വരം തരാം എന്ന് ഞാൻ പറഞ്ഞ അവസ്ഥയ്ക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങ് എൻ്റെ ഗർഭപാത്രത്തിൽ ഉദിച്ച് എൻ്റെ പുത്രനായി ജനിച്ച് എൻ്റെ മറ്റൊരു പുത്രനായ ദേവേന്ദ്രനെ ആ സ്ഥാനം വീണ്ടെടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, വേഗം ഞാനത് ചെയ്തു തരാം എന്ന് പറഞ്ഞ്
അപ്രത്യക്ഷനായി. അതിഥി ഗർഭിണിയായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഒരു പുത്രൻ ജനിച്ചു. വളരെ ഭംഗിയ സുന്ദരനായ വെളുത്ത നിറത്തിലുള്ള കുട്ടി. ശ്രീകൃഷ്ണഭഗവാൻ കറുത്ത നിറമാണ്, കറുപ്പല്ല, കാർമേഘ വർണ്ണനമാണ്. കറുപ്പിനും കാർമേഘ വർണ്ണത്തിനും വ്യത്യാസമുണ്ട്. അത് കുറച്ച് ചാരം കളറാണ്, ഇത് വെറും കറുപ്പാണ്. പക്ഷേ ഇവിടെ മഹാബലിയുടെ നിറം നല്ല വെളുപ്പ സുന്ദരനായ ഒരു കുട്ടിയായിരുന്നു ജനിച്ചത്. ജനിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ആ കുട്ടി വളർന്നു വലുതായി. എപ്പോഴാണ് ജനിച്ച? ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം അഭിജിത്ത് മുഹൂർത്തത്തിൽ 12 മണിക്ക് ജാതനായി. അദ്ദേഹം ഭൂമിയിൽ അതിഥിയുടെ പുത്രനായി ജനിച്ചു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിഥി ആവശ്യപ്പെട്ട എന്താണ്? അങ്ങ് എൻ്റെ ഗർഭത്തിൽ വന്ന് എൻ്റെ പുത്രനായി പിറക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശ്രദ്ധിച്ചോളണം. പിന്നീടുള്ള ഭാഗം പറയുമ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയണം. ജനിച്ചു. കുട്ടി പെട്ടെന്ന് വലുതായി. പെട്ടെന്ന് ഒരു 10-9 വയസ്സായ ഇതായി. അപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതി അദ്ദേഹത്തിന് ബ്രഹ്മോപദേശം, അതായത് ബ്രഹ്മസൂത്രം ഉപദേശിച്ചു. അതെന്താ ബ്രഹ്മസൂത്രം? അതായത് സന്യാസിയാകുന്ന സമയത്ത് അതായത് സന്യാസിയായി കഴിഞ്ഞ സമയത്ത് ഏതെല്ലാം സൽക്കരണങ്ങൾ ചെയ്യണം, ഏതെല്ലാം ചെയ്യാൻ പാടില്ല, എന്തെല്ലാം ഭക്ഷിക്കണം, എന്തെല്ലാം ഭക്ഷിക്കാൻ പാടില്ല, ആരെയെല്ലാം കാണണം, ആരെയെല്ലാം കാണരുത് എന്നുള്ള പലതരത്തിലുള്ള ഉപദേശങ്ങളാണ് ഇത് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത്. അത് ആരാ ഉപദേശിച്ച്? അദ്ദേഹത്തിന് ദേവഗുരുവായ ബൃഹസ്പതി ഉപദേശിച്ചു. ഇനി സ്വന്തം അച്ഛൻ, അതായത് കശ്യപപ്രജാതി മേഖല കൊണ്ട് അരഞ്ഞാൻ നിർമ്മിച്ചു. എന്താ ഈ മേഖല? പുല്ല്, പ്രത്യേകിച്ചും ദർഭപുല്ല് കൊണ്ട് ഈ ബ്രാഹ്മണർക്കിടയിൽ പൂണലിടുന്ന സമയത്ത്, പൂണൽ കല്യാണം എന്ന് പറയുന്നത്, ആ ഇടുന്ന സമയത്ത് പ്രത്യേകിച്ചും അതിന് മുമ്പും ഈ ഇതൊക്കെ ചെയ്യണം. അരഞ്ഞാൻ ഉണ്ടാക്കും. പുല്ല് കൊണ്ടുള്ള അരഞ്ഞാൻ ഉണ്ടാക്കി കെട്ടിക്കൊടുക്കും. അത് കശ്യപപ്രജാപതി നിർമ്മിച്ചു. ഇനി എന്താണ്? ഭൂമിദേവി മാന്തോൽ ഇരുന്ന് തപസ് ചെയ്യാനുള്ള മാന്തോലും ഈ പൂണലിൽ മാന്തോൽ കെട്ടുന്നൊരു സമ്പ്രദായമുണ്ട്. അതിനുള്ള മാന്തോലും അദ്ദേഹം കൊടുത്തു. ഇനി ചന്ദ്രൻ യോഗദണ്ഡ് കൊടുത്തു, വട്ടി കൊടുത്തു. ഇനി വനദേവതകൾ, അതായത് വനത്തിലുള്ള ദേവതകളെല്ലാം കൂടി അദ്ദേഹത്തിന് കൗബീനം സമ്മാനിച്ചു. അതായത് ഇലകൾ കൊണ്ടും പിന്നെ മരത്തോൽ കൊണ്ടും ഉള്ള കൗബീനം. കൗബീനം എന്താ പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞെങ്കിൽ കോണം എന്നാണ്. നമ്മളുടെ ഇപ്പോൾ ചിത്രത്തിലൊക്കെ ഇദ്ദേഹത്തെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ നല്ല പട്ടുവസ്ത്രം കൊടുത്ത് തച്ചു കൊടുത്തിട്ടൊക്കെ ആണ് നമ്മൾ കാണുക. അന്ന് രാമരാജൻ്റെ വസ്ത്രമൊന്നുമില്ല, രാമരാജ കോട്ടൻ്റെ തച്ചു കൊടുക്കണമൊന്നുമില്ല, കൗബീനമാണ് കൊടുക്കേണ്ടത്. ആ കൗബീനം സമ്മാനിച്ചു ഇവരെ. സരസ്വതി ദേവി ജപമാല, ജപിക്കാനുള്ള മാല സമ്മാനിച്ചു. ബ്രഹ്മദേവൻ ഓലക്കുട, കൗബീനം, ദേവമാതാവ് ഓലക്കുട സമ്മാനിച്ചു. ബ്രഹ്മാവ് കമണ്ഡലം. കമണ്ഡലം എന്താ പറഞ്ഞാൽ കിണ്ടി പോലത്തെ ഒരു സാധനമാണ് കമണ്ഡലം. ആ കമണ്ഡലം വെള്ളമെടുത്ത് സമ്മാനിച്ചു. സരസ്വതി ജപമാല സമ്മാനിച്ചു. പാർവതി ഭിക്ഷപാത്രം സമ്മാനിച്ചു. എന്താ ഈ ഭിക്ഷപാത്രം പറഞ്ഞാൽ? അതായത് ബ്രഹ്മചാരികൾ സന്യാസിയാകുമ്പോൾ, സന്യാസികൾക്ക് പൊതുവേ ഉള്ളതാണ്, ഭിക്ഷാടനം ചെയ്ത് അത് കിട്ടുന്നതുകൊണ്ട് ഭക്ഷിക്കണം എന്നാണ് നിയമം. അപ്പോൾ ഭിക്ഷാടനത്തിനുള്ള ആ ഭിക്ഷപാത്രം
ശിവൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കയ്യിൽ കാണും ഭിക്ഷപാത്രം കാണും. ആ ഭിക്ഷപാത്രം ഇവിടെ സമ്മാനിച്ചത് പാർവതീ ദേവിയാണ്. ഇനി ദേവമാതാവ് ഓലക്കുട സമ്മാനിച്ചു. പോപ്പിക്കുടയല്ല കേട്ടോ, പോപ്പിക്കുടയൊന്നുമല്ല, ഓലക്കുട, ഓലമേഞ്ഞ കുട സമ്പാദിച്ചു. അങ്ങനെ പൂർവ്വ ബ്രഹ്മചാരിയായി തപസ്സിനു വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാവരും സമ്മാനിച്ചു. അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ട് നേരെ പോയി. അപ്പോൾ നർമ്മദാ നദിയുടെ തീരത്ത് ഉത്തരഭാഗത്ത് അശ്വമേധയാഗം നടത്തുകയായിരുന്നു മഹാബലി. അതിൻ്റെ ഒരു ഭാഗത്തുള്ള പർണശാലയിൽ ഇദ്ദേഹം പോയി ഇരുന്നു. സമയം കിട്ടുമ്പോൾ കാണാമെന്നോ എന്തോ ഉദ്ദേശത്തിൽ അവിടെ ഇരുന്നു നിൽക്കുക. ഈ സമയത്ത് എന്ത് സംഭവിച്ചു വെച്ചാൽ ശുക്രാചാര്യരും ശിഷ്യന്മാരും കയ്യും കാലും മുഖവും കഴുകാൻ വേണ്ടി ആ ഭാഗത്ത് വന്നു. ആ ഭാഗത്ത് വന്ന സമയത്ത് കണ്ട കാഴ്ച, ഒരു ചെറുപ്പക്കാരൻ സന്യാസിയായി അവിടെ ധ്യാനത്തിലിരിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ മുഖപ്രസാദം കണ്ട സമയത്ത് തന്നെ ഇവർക്ക് അത്യത്ഭുതം തോന്നി. ഇങ്ങനെ ആരാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് തോന്നി. അദ്ദേഹം ഉടനെ ഈ വിവരം നമ്മളുടെ മഹാബലി ചക്രവർത്തിയെ വിവരമറിയിച്ചു. മഹാബലി ഉടനെ പരിവാരങ്ങളോടും ഭാര്യയോടും കൂടി ഇവിടെ വന്ന് അദ്ദേഹത്തെ കയ്യും കാലും അരകി സ്വീകരിച്ചു. എന്നിട്ട് ചോദിച്ചു, താങ്കൾ ഇവിടെ വന്നാൽ ഞാൻ എത്രയോ വലിയ പുണ്യവാനാണ്. താങ്കളുടെ ആവശ്യം എന്താണെന്ന് എനിക്കറിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്ന് മഹാബലി ഈ വാമനമൂർത്തിയോട് പറഞ്ഞു. വാമനമൂർത്തി ഇനി നമുക്ക് അടുത്തതിൽ പറയാം.